ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് വാണിയമ്പലത്തിലെ റിസോർട്ടിലേക്ക് പോയാലോ? വാണിയമ്പലമല്ലോ, കറുത്തേന് മേലല്ലേ റിസോർട്ടിലേക്കൊന്ന് പോയാലോ? നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ റിസോർട്ട് കേട്ടോ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയണത് എത്രയോ ശരിയല്ലേ. ഇത് എപ്പോഴും കാണാറുണ്ട്, റീലിലും അങ്ങനെയൊക്കെ ആയിട്ട് പരസ്യമൊക്കെ കാണാറുണ്ട്. ഒരു വട്ടം ഞങ്ങൾ ലബാൻ കഴിക്കാൻ പോയിട്ടുണ്ട്. ഇത് ഉമ്മാൻ്റെ ഒരു കുടുംബസംഗമം വന്നപ്പോൾ അതിനു വേണ്ടി പോയതാട്ടോ. ഒരു ദിവസം മൊത്തത്തിൽ ബുക്ക് ചെയ്തതായിരുന്നേ. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരും എത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ ഉമ്മമ്മാൻ്റെ ഒരു അനിയത്തി കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫാമിലിക്കുള്ള റോഡ് കേട്ടോ. ഇതാണ് കേട്ടോ റിസോർട്ട് പറയണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ദൂരങ്ങളിലൊക്കെ എത്രയോ പോകുന്നുണ്ട്. ഇവിടെ ഒന്ന് മസ്റ്റായിട്ടൊന്ന് വന്ന് നോക്കണേ. അപ്പോൾ എൻ്റെ ഫാമിലി വരുന്നുണ്ട് കേട്ടോ, എൻ്റെ ആങ്ങളെയും ഏട്ടത്തിയൊക്കെ. അപ്പോൾ അവരെത്തി. ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തണുള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തിയോണ്ടാണ്. അപ്പോൾ ചെന്ന കാടെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ സിലോപ്പിയാണെന്ന് തോന്നും. ഇതാണ് കേട്ടോ ഫാമിലിക്കുള്ള റോഡ്. അവിടെ നല്ല ഭംഗിയുണ്ടായിട്ടോ രണ്ട് സൈഡും കാണാൻ. അവിടെ ഒരുപാട് കിളികളും അവിടെ തന്നെ ഒരു കുതിര പ്രസവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. കുതിരനെ ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല, കുതിരനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്കൂൾ പോലെ എന്താ പറയുക, പ്ലേസ് ഉണ്ട്. പ്ലേ സ്കൂൾ അല്ല, പ്ലേസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ഒരു പൂളുണ്ട് കേട്ടോ. അത് പ്രൈവറ്റ് പൂളാണ്. ഇവിടെ ഫിഷ് മസാജും ഉണ്ട്. എന്തായാലും മസ്റ്റായിട്ടും ഇതിന് 2ാം ഭാഗം വരും. ഒന്ന്